പൊതുമരാമത്ത് വകുപ്പ് എല്ലാവർക്കും വികസനം വേണം, എല്ലാവർക്കും റോഡ് വേണം, എല്ലാവർക്കും പാലം വേണം, എല്ലാവർക്കും മേൽപ്പാലം വേണം, ജംഗ്ഷൻ ഇമ്പ്രൂവ്മെന്റ് വേണം, ബൈപ്പാസ് വേണം. അതൊക്കെ നമുക്ക് നടത്താം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാ ജനപ്രതിനിധികളോട് പറയും. ഇപ്പൊ എല്ലാവരും വന്ന് പുതിയ അംഗങ്ങളുണ്ട്, പഴയ അംഗങ്ങളുണ്ട്, എല്ലാവരും പറയുന്നു. ഇപ്പൊ പാലം, ഉദാഹരണത്തിന് ഒരു പാലം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഈ അപ്രോച്ച് റോഡിനുള്ള സ്ഥലം ജനപ്രതിനിധികൾ അത് സൗജന്യമായി ആയി തന്ന എല്ലായിടത്തും നമുക്ക് ആവശ്യത്തിന് പാലങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുക്കാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ല, അങ്ങനെ തന്നെ പറ്റുള്ളൂ. അക്വിസേഷന് പോയാൽ ഒരു പാലത്തിന് ഒരു അക്വിസേഷന് പോയാൽ 2 കൊല്ലം 3 കൊല്ലം പിടിക്കും. എവിടെയാണ് ആ പാലം നടക്കുന്നത്? കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തും അതിന് മുമ്പുള്ള ഗവൺമെന്റ് കാലത്തും കുറെ പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, 24 പാലം പണി കഴിഞ്ഞിട്ട് 8 കൊല്ലമായി, അപ്രോച്ച് റോഡ് കിട്ടിയിട്ടില്ല. അപ്പൊ അതിനൊരു മാറ്റം വരണ്ടേ? മാറ്റത്തിനാണല്ലോ ജനങ്ങൾ ഇരുത്തിയത്. പിന്നെ ജനപ്രതിനിധികൾ വിചാരിച്ചാൽ, പഞ്ചായത്ത് മെമ്പർമാര്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാര്, നമ്മളൊക്കെ വിചാരിച്ചാൽ നാട്ടുകാർ സൗജന്യമായിട്ട് സ്ഥലം തരും. മെനക്കെട്ടാ കിട്ടും. ഞാൻ 15 കൊല്ലമായിട്ട് എന്റെ നിയോജക മണ്ഡലത്തിൽ എല്ലാവരും നാട്ടുകാർ സൗജന്യമായി സ്ഥലം റോഡ് വീതി കിട്ടിയത്, പാലത്തിന് അപ്രോച്ച് റോഡ് കിട്ടിയത്. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും വികസനം കിട്ടിയത്. ബഹുമാനെ സജി ഇങ്ങനെ പറയണ്ടല്ലോ, ബഷീറിന് കിട്ടിയത് അങ്ങനെയാ. അപ്പൊ നിങ്ങൾക്കൊരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടാണല്ലോ. അതുകൊണ്ടാണ് വന്നത്. ഞാൻ പറഞ്ഞത് എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാട്ടിൽ വികസനം വേണം. ഇനി കുറെ ആണ്ട് കൊടുത്തോണ്ട് നാട്ടുകാർ വോട്ട് ചെയ്യുന്ന വിചാരിച്ച് നിൽക്കട്ടെ. അതുകൊണ്ട് ഞങ്ങൾ തോറ്റ് 102 ഞാൻ പറയട്ടെ, ഞങ്ങൾക്കൊക്കെ 5 കോടി, ഇങ്ങൾക്കൊക്കെ 20-25 കോടി. ബഹുമാനോടെ ധനകാര്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ആ 20% നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളെ നന്നാക്കാനാ, ഞങ്ങളെ ഇരുത്താനോ അതാ ഉണ്ടായത്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. നിങ്ങളൊക്കെ ഇപ്പൊ 62 മണ്ഡലങ്ങള് ഇപ്പൊ ഞങ്ങൾ ജയിച്ചു വന്നു. അത് ഞാൻ കണക്ക് നോക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ എനിക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എത്ര കിട്ടിയേ? 6 കോടി. അപ്പൊ ആ ഒരു വിവേചനം ഒന്നും നമ്മളിൽ ഉണ്ടാവില്ല. എല്ലാവരും പരിഗണിക്കും. നിങ്ങൾ പറയും പ്രൊപ്പോസ് ചെയ്തേര്. പിന്നെ ഫ്ലൈ ഓവർ, അതുപോലെ തന്നെ ജംഗ്ഷൻ ഇമ്പ്രൂവ്മെന്റ്, ബൈപ്പാസ്, ഇതൊക്കെ നടത്തുന്നതിന് വേണ്ടി സ്റ്റഡി നടത്തും. MLA നിർദ്ദേശം തരും. ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് 3 മാസം കൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി എവിടെയൊക്കെ വേണം എന്നൊരു തീരുമാനം ഉണ്ടാവും. യാതൊരു സംശയം വേണ്ട. ഇത്ര പാലം ഞാൻ പറയണ്ട. അക്കബർ അവിടെ ഇരിക്കും. ഇപ്പൊ തന്നെ ആക്കല്ലേ, ഞാൻ ഒന്ന് പറയട്ടെ കേട്ടോ. പിന്നെ ശരി, നമ്മുടെ PWD മാനുവൽ 974 ഉണ്ടാക്കിയ മാനുവൽ 2012 ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്താണ് ഇബ്രാഹിം സാഹിബ് പോയപ്പം ചെറിയൊരു പരിഷ്കാരം. സാർ അത് PWD മാനുവൽ ഫുള്ളായിട്ട് ഒന്ന് പൊളിച്ചെഴുതി പുതിയൊരു PWD മാനുവൽ ഉണ്ടാവും. ഇവിടെ പലരും ശ്രദ്ധിച്ചു, ഇല്ലെങ്കിൽ ഒരു വർക്കും നടക്കില്ല. നമ്മളിപ്പോഴും പഴയ കാലഘട്ടത്തിലാണ്. കാലം എത്ര മാറി. എല്ലാവരും പറഞ്ഞിട്ടില്ല, AI ഗോവിന്ദമാഷന്റെ പറഞ്ഞിട്ടില്ലേ, AI കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, കമ്മ്യൂണിസ്റ്റ് ഇതിലേക്ക് വരണമെന്ന് അറിയില്ലേ. അപ്പൊ അതേമാതിരി നമ്മൾ അതിന്റെ അനുസരിച്ചുള്ള ഒരു മാറ്റം, ആ ബാനർ മാറ്റുമ്പോൾ തന്നെ നമുക്ക് കഴിയും. പിന്നെ പ്രൊജക്ട് സമയബന്ധിതമായി നമുക്ക് നടക്കണം. അപ്പൊ നമ്മൾ ആ പ്രൊജക്ട് നടത്താൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഡ്ജറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ പ്രോട്ടോകോൾ നടപ്പാക്കുന്നത്. അത് ആദ്യമായി PWD നടപ്പാക്കുക. ഏതൊരു പദ്ധതിക്കും അതിന് പെട്ടെന്ന് നടപ്പിലാക്കി അതിന്റെ റിസൾട്ട് വരാനുള്ള ഒരു സംവിധാനം പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാവും. പിന്നെ സാർ, ഈ വികസനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഭൂമി ഏറ്റെടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഭൂമി ഏറ്റെടുക്കുന്ന പ്രശ്നം, അതിന്റെ നൂലാമാലകൾ ഒന്ന് കുറച്ചു കൊണ്ടുവന്ന് എങ്ങനെയാണ് അത് നമുക്ക് വേഗത്തിലാക്കാൻ കഴിയുക എന്നുള്ളത് നോക്കണം. എല്ലാ പദ്ധതികളും നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ 50 കോടിന്റെ പ്രൊജക്ട് ഒരു 5 കൊല്ലം കഴിയുമ്പോൾ 150-200 കോടി റുപ്യയാണ്. അപ്പൊ അതിനൊരു മാറ്റം ഉണ്ടാണ്. അപ്പൊ എല്ലാവരും സഹകരിക്കണം. ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അക്വിസേഷന് ചില സാഹചര്യത്തിലൊക്കെ വേണ്ടി വരും. കുറച്ചൊക്കെ ഇപ്പൊ കാലം മാറി. അപ്പുറത്തുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നല്ല റോഡ് വരുമ്പം അവർക്ക് സ്ഥലത്തിന് വില കൂടും, അവർക്ക് അതിന് ബെനിഫിറ്റ് കിട്ടും. അതൊക്കെ നമ്മൾ കാണണം. നമ്മൾ കുറച്ചൊക്കെ നമുക്കൊരു ഇച്ഛാശക്തി ജനപ്രതിനിധികൾക്ക് ഉണ്ടാവണം, MLA ഉണ്ടാവണം, മന്ത്രിമാർക്ക് ഉണ്ടാവണം, എനിക്കും ഉണ്ടാവണം. അതിനെ നടക്കുള്ളൂ. അപ്പൊ ആ കാര്യങ്ങൾ അതേ പറയാനുള്ളൂ. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട നാട്ടുകമ്പര് ഗീതാഗോപി പറഞ്ഞു, പിന്നെ അവരെ വർക്ക് നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ അത് ക്യാൻസൽ ചെയ്യാനും പോയിട്ടില്ല, ആരും നിർത്തിവെക്കാനും പറഞ്ഞിട്ടില്ല. അത് എങ്ങനെ? ഒരു ടെൻഡർ കഴിഞ്ഞാൽ അത് ആ ടെൻഡർ ഓപ്പൺ ചെയ്യാനും സമയമുണ്ട്. അത് ഓപ്പൺ ചെയ്തിട്ട് ഇത് ആരാണ് ലാസ്റ്റ് വിട്ട് നോക്കിയിട്ട് പിന്നെ എഗ്രിമെന്റ് സെലക്ഷൻ നോട്ടീസ് കൊടുത്തിട്ട് എഗ്രിമെന്റ് ഒക്കെ ആ സമയമുണ്ട്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ അങ്ങനെ കാർഡടിച്ചാണ്ട് വെടിവെക്കരുത്. ഇതിന്റെ പാട്ട് നിങ്ങളിപ്പം ഞങ്ങൾ അവിടെയാണ്, നിങ്ങൾ ഇവിടെയാണ്. ഇപ്പൊ നിങ്ങളെ മാതിരിയല്ല, ഞങ്ങൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് നിങ്ങളോട് വളരെ, ഞാനൊക്കെ തന്നെ മാറി ഞങ്ങൾ കണ്ടില്ലേ. അപ്പൊ അതിനനുസരിച്ചൊക്കെ നമുക്ക് കാര്യങ്ങൾ പറയാം. പിന്നെ സാർ ഇവിടെ പറഞ്ഞു, ഉല്ലാസ് ബഹുമാനപ്പെട്ട കുന്നത്തിന് മുമ്പ് സൂചിപ്പിച്ചു, കുഴി അത് നിങ്ങളെ പറയണ്ട, മഴക്കാലായ കുഴി റോട്ടിലുണ്ടാവും. കേരള അത്
അപ്പൊ നമുക്ക് അതൊക്കെ റണ്ണിങ് കോൺട്രാക്ടറും മറ്റും കൊടുത്തിട്ട് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ നന്നാക്കാം. പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇറാൻ അമേരിക്ക പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ടാറിനൊക്കെ മെറ്റീരിയൽസിനൊക്കെ വില കൂടിയിട്ടുണ്ട്. അത് ഒരു സത്യമാണ്. നമ്മൾ വന്നിട്ട് ഒരു മാസം 5-6 ദിവസമായിട്ടുള്ളൂ. ഏതായാലും എല്ലാവരോടും പറയാം, ബിറ്റുമെന്റെ ഡിഫറൻസ്, വിലയിലുള്ള മാറ്റം, അതിന് അന്തരം കരാറുകാർക്ക് കൊടുക്കാൻ വേണ്ടി ഇന്നത്തെ ക്യാബിനറ്റ് തീരുമാനം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നം ഒക്കെ പരിഹരിക്കും. അതിന് ടൈം കൂടി വെച്ചിട്ടുണ്ട്. അപ്പം ആ പ്രശ്നങ്ങൾ തീരുമല്ലോ. പിന്നെ ഈ മഴക്കാലത്ത് 6 മണി നടക്കൂലല്ലോ, ചെറിയ പാച്ചും കാര്യങ്ങളും ഒക്കെ നടക്കുള്ളൂ. അപ്പൊ ആ ഒരു കാര്യത്തിന് മാത്രമാണ് ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായത്. പിന്നെ ജി സുധാകരൻ സാറ് പറഞ്ഞു, എന്നെ പറ്റി നന്നായി പറഞ്ഞു, പാപ്പാനെ പറ്റി നന്നായി പറഞ്ഞു. അദ്ദേഹം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്. അദ്ദേഹത്തിന് അറിയാം ആരൊക്കെയാണ് നല്ല ആൾക്കാരെന്ന് അറിയാം. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതേ പറയാൻ കഴിയുള്ളൂ. ലീഗിനെ കുറിച്ച് പറഞ്ഞു, ലീഗർ അദ്ദേഹത്തെ പറഞ്ഞു, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് എല്ലാ സത്യവും പറയും. കപട കമ്മ്യൂണിസ്റ്റുകാരെ എന്ന് പറയില്ല. അതാണ് അതിന്റെ പ്രശ്നം. അദ്ദേഹത്തിന് നല്ല വിവരം, നല്ല ഓർമ്മശക്തി, നല്ലതുണ്ട്. നല്ല മന്ത്രിയാനല്ലോ, അദ്ദേഹത്തോട് നിലനിൽക്കണം. സജി ചെറിയ അദ്ദേഹത്തിന്റെ ഏറ്റവും സ്വന്തം ആളായിരുന്നല്ലോ. പിന്നെ തെറ്റിയതല്ലേ, അല്ല നമ്മളല്ലല്ലോ. ഞാൻ മാത്രമേ തെറ്റാതെ ഇങ്ങനെ നടന്നിട്ടുള്ളൂ. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ശരിയാ. പിന്നെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ കാലത്ത് PWD വകുപ്പിൽ ഒരുപാട് വർക്ക്, നല്ല വർക്കുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. പിന്നെ ആവശ്യമായ ഫണ്ട് PWD ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ബഡ്ജറ്റിന്റെ 2ാമത്തെ ആൾട്രേഷൻ മെമ്മോറിൽ തന്നെ PWDക്ക് കഴിഞ്ഞ പ്രാവശ്യം അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ വെച്ചതിനേക്കാളും 278 കോടി രൂപ ഇപ്രാവശ്യം അധികം തന്നിട്ടുണ്ട്. ആവശ്യമായ ഫണ്ടുകൾ ഒക്കെ തരാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫണ്ടില്ലാത്തതിന്റെ പേരിൽ വികസന പ്രവർത്തനങ്ങളൊന്നും നിൽക്കില്ല. അതൊക്കെ നമുക്ക് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് പോവാം. പിന്നെ ചില പ്രദേശങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മളെ പല സ്ഥലങ്ങളിലും വികസനം 2 രീതിയിൽ വന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത്, ചില സ്ഥലത്ത് നന്നായി വികസനമുണ്ട്, ചില സ്ഥലത്ത് തീരെ നടന്നിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ ഈ മലപ്പുറം ഭാഗത്ത് എടുക്കും. അതുകൊണ്ട് ഈ മലപ്പുറത്ത് എല്ലായിടത്തും സിറ്റി റോഡ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. മലപ്പുറത്ത് ഒരു സിറ്റി റോഡ് ഇമ്പ്രൂവ്മെന്റിന് ഉള്ള ഒരു നടപടി ഉണ്ടാവും. മലപ്പുറം ടൗണിൽ മഹാനഗരമാക്കാനുള്ള നടപടികൾ ഉണ്ടാവും. അതുപോലെ തന്നെ മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ ഒരു റവന്യൂ ടവർ ഇല്ല. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുമായി സംസാരിച്ചു. 65 കോടിന്റെ ഒരു പദ്ധതി ഉണ്ട്. ആ റവന്യൂ ടവർ നബാർഡിന്റെ ഒക്കെ സഹായത്തോടു കൂടി ആ പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞു. പിന്നെ അതിനിടയിൽ നമ്മുടെ വിനോദ് മെമ്പർ അങ്ങ് സൂചിപ്പിച്ചു ഊരാളുകളുടെ പ്രവൃത്തി ഞാൻ തന്നെ വളരെ ക്ലിയർ ആയിട്ട് ഇന്നലെ ഞാൻ മറുപടിയിൽ ഒക്കെ പറഞ്ഞിട്ട്, ഇതിനെന്താ പറ്റിയ ഊരാളുകളുടെ വർക്ക് ലോഡ് കൂടാൻ കാരണം ഈ 10% ടെൻഡറിന്റെ ഡിഫറൻസ് ആയിരുന്നു. പക്ഷെ പിന്നെ പറ്റിയത് ബിഡ് കപ്പാസിറ്റി നോക്കാതെ എല്ലാ ടെൻഡറിലും അവർക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരം കൊടുത്തു. ആ അവസരം കൊടുത്തപ്പോൾ ഇവർക്ക് എത്ര വർക്ക് ഉണ്ടെന്ന് അറിയാതെ, അത് പരിശോധിക്കാൻ കഴിയാതെ എല്ലാ വർക്കിലും അവർ പങ്കെടുത്തു. ആ പങ്കെടുത്തുകൊണ്ട് ഒരുപാട് വർക്ക് വന്നു. ഇപ്പൊ പല സ്ഥലത്തും വർക്ക് തുടങ്ങിയിട്ടില്ല. ചില സ്ഥലത്ത് 30% ഉള്ളൂ. ആ തെറ്റായ രീതി ഉണ്ട്. ആ തെറ്റായ രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് മുഖം നോക്കാതെ നടപടി ഉണ്ടാകും എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ബഹുമാനപ്പെട്ട ജി സുധാകരൻ 500 കിലോമീറ്റർ റോഡ് പിന്നെ കോൺക്രീറ്റ് ചെയ്യണമെന്നാണ്. നമ്മൾ ഘട്ടമായിട്ട് നോക്കാം, പദ്ധതി നോക്കാം. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലൊന്നും പറഞ്ഞില്ല. പിന്നെ ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞു 1-2 രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്. ഇവിടെ പറഞ്ഞു ബിന്ദു കൃഷ്ണന്റെ തലയിൽ പായസം വീണുകൊണ്ട് അന്വേഷിച്ചു. അത് മാത്രമല്ല, ബഹുമാനായ മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ പ്രോട്ടോകോൾ വിമാനത്തിൽ കയറാൻ പറ്റാതെ വന്നപ്പോൾ അത് അന്വേഷിച്ചിട്ട് അയാളെ പേരിൽ നടപടിയെടുത്ത ഗവൺമെന്റാണിത്. പിന്നെ നിങ്ങൾക്ക് മാറിയോ? നിങ്ങൾ തിരുത്തുന്നു. നിങ്ങൾ തിരുത്തി. എന്താ തിരുത്തിയ CPM? നിങ്ങൾ എന്താ തിരുത്തിയത്? ഞാൻ എപ്പോഴും ഇങ്ങോട്ട് പറയുന്നുണ്ട്, നിങ്ങൾ നന്നാകണം, നിങ്ങൾ ഉണ്ടാകണം ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടില്ല. നിങ്ങളിപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരുത്തിയത് വെള്ളിയാഴ്ചന്റെ സെക്രട്ടേറിയറ്റ് ചൊവ്വാഴ്ചക്ക് മാറ്റി. അല്ല ഇതാണ് അല്ല മാറ്റം. നിങ്ങൾ മാറ്റം ഞാൻ പറഞ്ഞത് മാറ്റമാണ്. അതൊക്കെ പറയും. കുറച്ചൊക്കെ ജോയി രാഷ്ട്രീയം പറയണ്ടേ? നിങ്ങളിങ്ങനെ ഞങ്ങളെ പറയുമ്പോ ഞങ്ങൾ അങ്ങോട്ട് തരണ്ടേ? പിന്നെ ഇപ്പൊ നിങ്ങൾ പറയുന്നത് PM ശ്രീ, നിങ്ങള് അതിന് കുട്ടി ഉണ്ടായിക്കാണ്ട് പിന്നെ അത് അബോർഷൻ ചെയ്യാൻ വേണ്ടി അമ്മോട് പറയണ ഏർപ്പാടാപ്പത്. ഞങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങളെല്ലാം നിങ്ങളെല്ലാം ഒപ്പിട്ടെടുത്ത് ഞങ്ങളെല്ലാം ഒപ്പിട്ടെടുത്ത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ പറയണ്ടേ? നിങ്ങളൊന്ന് ആത്മാർത്ഥമായി നെഞ്ഞത്ത് കൈവച്ച് നിങ്ങൾ പറയും. നിങ്ങളെല്ലാം ഒരാൾ ഇത് അപ്പൊ അതുകൊണ്ട് സർ ഞാൻ അവസാനിപ്പിച്ചു. സർ, ഞാൻ അവരെ വിഷമിപ്പിക്കല്ലേ സർ. അവരെ മനസ്സൊന്ന് പാകപ്പെടുത്തി അവരൊന്ന് ചിരിപ്പിക്കാണ്.
അത് സംഘർഷം ഉണ്ടായിട്ട് ചെയ്താൽ സാർ. അപ്പൊ ഈ വക കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമുക്ക് പുതിയൊരു ഗവൺമെന്റ് വന്നു, വികസനം വേണം, എല്ലാവരുടെയും സഹകരണങ്ങൾ വേണം. നമ്മളെല്ലാവരുടെയും രാഷ്ട്രീയമോ അല്ലെങ്കിൽ പാർട്ടി വിവേചനമോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാ സ്ഥലങ്ങളിലും വികസനം നടക്കണം. അത് നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്നാൽ അതൊക്കെ നമുക്ക് പരിഗണിക്കാം. യാതൊരു പ്രയാസമില്ല. ഞാൻ വയനാട്ടിലെ സമയമല്ല, പിന്നെ എല്ലാവർക്കും നമുക്ക് ഉണ്ടാക്കും, പിന്നെ അടുത്ത ഡിബേറ്റിലാക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല ആളാണ്, നല്ല സുഹൃത്താണ്, നല്ല സൗഹൃദനാണ്, ശുദ്ധനാണ്. പിന്നെ സുധാകരൻ സാറിനോട് ഇങ്ങോട്ടുള്ള ദേഷ്യം എന്നോട് കാണിക്കരുത് എന്നാണ് എനിക്ക് എന്നോട് മാത്രം പറഞ്ഞുകൊണ്ട് സാർ ഈ ഡിമാൻഡ് പാസ്സാക്കി തന്നെന്ന് അഭ്യർത്ഥിക്കും.